നാട്ടിലെത്തിക്കഴിഞ്ഞ് അതുവരെ എനിക്ക് പണികളെടുക്കാനൊന്നും വലിയ ഇഷ്ടം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു 2-3 ആഴ്ചയൊക്കെ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം പെയിനും ഈ ഭാഗത്തുള്ള പെയിനുകളൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2-3 ആഴ്ചയ്ക്ക് ഞാൻ റെസ്റ്റ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അടിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഓരോരോ പണികളൊക്കെ എടുത്തു തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ അമ്മേനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അമ്മയ്ക്ക് വേറെ ജോലിക്കാരിനെ വിളിക്കേണ്ടി വന്നില്ല കേട്ടോ. കാരണം ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ, അനിയത്തി, അച്ഛൻ, പിന്നെ ഞങ്ങൾ 4 കുട്ടികൾ. കുട്ടികളെന്ന് പറയുകയാണെങ്കിൽ ജിംബു കുറച്ച് വലുതായി. പക്ഷെ അപ്പു വാമി എന്ന് പറയുകയാണെങ്കിൽ ഇവർ ഒരു മാസത്തിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ ഇരട്ട കുട്ടികളെ പോലെയാണ്. ഒരേ സമയത്താണ് മൂത്രമൊഴിക്കുക, ഒരേ സമയത്താണ് അപ്പിടുക. ഒരാൾ പോട്ടിയിൽ അപ്പിടുകയാണെങ്കിൽ ഒരാൾ അപ്പുറത്ത് പോട്ടി സീറ്റിൽ പോയിട്ട് അപ്പിടും. അങ്ങനെയാണ്. ചില സമയത്ത് 2 പേർക്കും പോട്ടിയിലിരിക്കണം. അങ്ങനെയൊക്കെ തല്ലുകൂടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരേ സമയത്ത് ഫുഡ് കഴിക്കണം, ഒരേ സമയത്ത് വെള്ളം കുടിക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവരുടെ കൂടെ നടക്കുക തന്നെയാണ് കൂടുതൽ പണിയുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ഒരു 2-3 മാസമൊക്കെ എൻജോയ് ചെയ്ത് നടന്നു കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ പണികളൊക്കെ എടുത്തു. കുഴപ്പമൊന്നുമില്ല. പ്ലേറ്റുകളൊക്കെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. വോമിറ്റിംഗ് ഒന്നും എനിക്കിതുവരെ ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. ആ ഒരു ത്രൂ ഔട്ട് ഒറ്റ പ്രാവശ്യം പോലും വോമിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്രാവശ്യം മെഡിസിൻ ഒന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം സ്റ്റാർട്ടിങ് മുതൽ തൊട്ടേ എനിക്ക് നമ്മൾ മെഡിസിൻ ഇവിടെ തൊണ്ടയിലങ്ങ് എത്തുമ്പോഴേക്ക് ഉള്ളിൽ നിന്നെല്ലാം കൂടെ എന്തൊക്കെയോ ഒരു വെള്ളം പോലെ വന്നങ്ങ് വോമിറ്റ് ചെയ്യും. അതുപോലെ ഒരു ഓക്കാരം പോലെ ഫീൽ ചെയ്തു എനിക്ക് 1-2 പ്രാവശ്യം. അതോടുകൂടെ പിന്നെ ഞാൻ മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല. 8 മാസം വരെയും കഴിച്ചിട്ടില്ല. ലാസ്റ്റ് മന്തൊക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെയും കുറച്ച് അത്യാവശ്യം മരുന്ന് കഴിച്ചിട്ടുള്ളത് കേട്ടോ. ആണല്ലോ. അങ്ങനെ ഒരു മാർച്ച് ഒരു 17th ഡെലിവറി. അതിന് ഒരു 1 വീക്ക് മുൻപ് നമ്മളിവിടെ ഒരു പ്രൈവറ്റ് റോഡുണ്ട്. നമ്മളെ വീടിൻ്റെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 3-4-5 വീടുകൾ നമ്മളെ വീടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടേക്കുള്ള റോഡ്. അപ്പം ഞാനാണ് ഈ റോഡ് എപ്പം നാട്ടിൽ വന്നിങ്ങനെ ഞാൻ വൃത്തിയാക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഡെലിവറിയുടെ മുന്നേ ആ റോഡൊന്ന് വൃത്തിയാക്കണം, അല്ലെങ്കിൽ പിന്നെ പഠിത്തമൊന്നും ആരും ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, കുറച്ചൊക്കെ പെയിൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ ചെയ്തോ ഒരു കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഡെലിവറിയൊക്കെ ആവാനായല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു ദിവസം മേലെന്ന് മുതൽ താഴെ വരെയുള്ള എല്ലാ റോഡും ഫുള്ള് ക്ലീനാക്കി കേട്ടോ. അത് ക്ലീനാക്കി കഴിഞ്ഞ് വൈകുന്നേരം കുളിക്കാൻ കയറിയപ്പോൾ ഒരു സർവീസിൻ്റെ അവിടെ ഒരു ബോള് പോലൊരു സംഭവം. അപ്പം ഞാൻ വേഗം അമ്മേനെ അനിയത്തിനൊക്കെ വിളിച്ചു. അമ്മ ഡെലിവറി ആവാനായി തോന്നുന്നുണ്ട്, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ഹോസ്പിറ്റലിൽ എത്തി. വിചാരിച്ചു ഈശ്വരായി ടൈമായി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ബ്ലാഡർ താഴത്തേക്ക് ഇറങ്ങിയത്. നമ്മൾ ഓവർ സ്ട്രെസ്സ് കൊടുത്തിട്ടുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ ബ്ലാഡർ താഴെ ഇറങ്ങും പോലും. അപ്പോൾ അങ്ങനെയുള്ള സംഭവമാണ്. അപ്പോൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള പണികൾ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വിട്ടു കേട്ടോ. അപ്പോൾ ഡെലിവറിയുടെ ബുദ്ധിമുട്ടായിരുന്നില്ലായിരുന്നത്. അങ്ങനെ കുറച്ച് ദിവസം പിന്നെ അതിന് ശേഷം എനിക്ക് വലിയ പണികളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ സിസ്റ്ററും പോയിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ അപ്പം ആളെ വീട് ഹസ്ബൻഡ് വീട് കോഴിക്കോടാണ് കേട്ടോ. അപ്പോൾ ആൾ നേരെ ഞങ്ങൾ ഡെലിവറിയുടെ കുറച്ച് നാൾ മുന്നേ ആൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വലിയ പണികളില്ല, ആരും ഇല്ല. പിന്നെ ജിംബുവിന് എക്സാമായിട്ട് ആളും തൃശ്ശൂർക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പു മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ കൂടുതൽ നമുക്ക് തിരക്കുകളില്ല. പിന്നെ എനിക്കാണെങ്കിൽ വയ്യതാണ്. അങ്ങനെ ഒരു 1 വീക്ക് 2 വീക്ക് അറൗണ്ട് ഞാൻ അത്യാവശ്യം റെസ്റ്റൊക്കെ ചെയ്തു കേട്ടോ. എനിക്ക് കൂടുതൽ പണി ചെയ്യാൻ പറ്റില്ല. അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര പ്രഷർ പോലെയൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു ഇനി ഹോസ്പിറ്റലിലേക്ക് പെയിൻ വന്നിട്ട് മാത്രം നീ പോകാവൂ, വേറെ പണികൾ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകരുത്, അടി കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അത്യാവശ്യം റെസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു 17-ാം തീയതി നൈറ്റാണ് ഡെലിവറി. 16-ാം തീയതി നൈറ്റ് നമുക്ക് ഒരു പെയിനൊക്കെ തുടങ്ങി എനിക്ക്. അപ്പോൾ അമ്മ വേഗം പറഞ്ഞു നമുക്ക് വേഗം പോവാം. കാരണം അച്ഛൻ പപ്പ അന്ന് ശബരിമലയ്ക്ക് പോയിരിക്കുകയാണ് തലേദിവസം. അപ്പോൾ പിന്നെ വേറെ ആരും ഇല്ല കൂടെ. അപ്പോൾ നമുക്ക് രാത്രിയാണെങ്കിൽ പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തടുത്താണ് നമ്മളെ വീടൊക്കെ അടുത്തടുത്താണ്. വലിയച്ഛൻ്റെ വീടും തറവാടൊക്കെ അടുത്തടുത്താണ്. അപ്പോൾ രാത്രി ആകുമ്പോൾ എല്ലാവരും ഉണ്ട്. പിന്നെ പകലാണെങ്കിലാണ് ആരും ഇല്ലാതിരിക്കുക. പിന്നെ ഇവിടുന്ന് പോകുന്ന റോഡും ഭയങ്കര മോശമാണ്. അറൗണ്ട് ഒരു 3 കിലോമീറ്റേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ്. പിന്നെ കരികളക്കാണി കഴിഞ്ഞാലാണ് പിന്നെ അത്യാവശ്യം നല്ല റോഡുള്ളത്. അപ്പോൾ അമ്മ നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ നല്ല പെയിൻ വരികയാണെങ്കിൽ പോവാം അമ്മ എന്നൊക്കെ പറഞ്ഞിരിക്കുക.
അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷേ പെയിൻ കുറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ച് ഓക്കെ നാളെ പോവാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ രാത്രിയിൽ ഫുൾ ത്രൂ ഔട്ട് ഇടയ്ക്കിടയ്ക്ക് പെയിനൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതായി കേട്ടോ. പേടി തുടങ്ങി, അയ്യോ ഇനി ഞാൻ പണി കിട്ടുമോ. ഞാൻ പിന്നെ വിചാരിച്ച് രാവിലെ ഇനി ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, രാവിലെ അങ്ങ് പോവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ 2 മണിയൊക്കെ ആയപ്പോൾ പറ്റാതായി. അങ്ങനെ അമ്മ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിനിടയ്ക്ക് വിശക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുന്നു തരാൻ ആരും ഇല്ല. പിന്നെ അപ്പവും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ കൂടെ പറയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വേഗം കഴിച്ച് പിന്നെ 7:30 ആകുമ്പോൾ സോഫിയ അമ്മ ഡോക്ടർ അവിടെ എത്തും കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു സമയം നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചൊരു 5:30 ആയപ്പോൾ നമ്മളവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇത് ഡെലിവറിയുടെ പെയിനൊന്നുമല്ല, എന്തായാലും വന്നതല്ലേ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഓൾറെഡി എനിക്ക് ഹാർട്ട് ബീറ്റ്സ് ചെക്ക് ചെയ്യാനായിട്ടൊന്ന് പോകണമായിരുന്നു. അപ്പോൾ സോഫിയമ്മയും പറഞ്ഞു ഇത് ഡെലിവറിയുടെ പെയിനൊന്നുമല്ല. ഡെലിവറിയുടെ പെയിൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ വയറ് നല്ലോണം ടൈറ്റ് ആവും, പൊക്കിളിന് ചുറ്റും ഒരു പെയിൻ വരും. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്കിലൊരു പെയിൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ സെർവിക്സിൻ്റെ അവിടേക്കൊരു പെയിൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലാതെ വയറിന് അങ്ങനെ ഒരു പെയിൻ എനിക്ക് വരണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു അയ്യോ അത് എന്ത് വേദനയാണോ എന്ന്, ഇനി ഗ്യാസിൻ്റെ ആണോ, തലേദിവസം ചക്കയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഗ്യാസിൻ്റെ ആണോ എന്നൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തായാലും വന്നതല്ലേ, ഒരു ദിവസം ഒബ്സർവേഷനിൽ ഇരുന്ന് നെക്സ്റ്റ് ഡേ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഓക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ വിൻചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ കൂടെ നിൽക്കാൻ വേറെ ആരും ഇല്ല, അപ്പൂസിന് ഒറ്റയ്ക്കാണ്. പക്ഷേ നമ്മുടെ കൂടെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്കാണെന്നുണ്ടെങ്കിലും വലിയച്ഛനും അവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്കും കുറേ നേരം നിൽക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ വിൻചേട്ടനെ വിളിച്ചിരുന്നു. അപ്പം ഞാൻ ലേബർ റൂമിൽ എത്തി, നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റിയപ്പോഴേക്കും ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ സമാധാനമായി. അല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെ അപ്പം ഉണ്ടാവും കൂടെ. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ വിൻചേട്ടനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒബ്സർവേഷൻ ആണല്ലോ, ഡെലിവറി ടൈമും അല്ല എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ എന്തായാലും വന്നതല്ലേ എന്നൊക്കെ വിചാരിച്ച് ഫുഡൊക്കെ ഓരോടത്തുനിന്നൊക്കെ കഴിക്കാം. പക്ഷേ നല്ല സമയം